നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ CPM-ന്റെ നേതൃത്വത്തിലുള്ള വടക്കൻ മേഖലാ ജാഥ പര്യടനം തുടങ്ങി. മാലിന്യം നിറഞ്ഞ പുഴകളും തോടുകളും നശിക്കുന്നു. അറവുശാലകളിൽ നിന്ന് മാലിന്യം വലിച്ചെറിയുന്നതാണ് പ്രശ്നത്തിന് ആക്കം കൂട്ടുന്നത്. പിടിച്ചെടുത്ത വാഹനങ്ങൾ നിറഞ്ഞ് ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിസരം. പാതയോരത്ത് നിർത്തിയിട്ട വാഹനങ്ങൾ മറ്റു വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകടക്കണിയൊരുക്കുന്നു. പാലക്കോട് കടപ്പുറം മണൽത്തിട്ട കൊണ്ട് മൂടുന്നു. ആശങ്കയോടെ മത്സ്യത്തൊഴിലാളികൾ. കാർഷിക സംബന്ധമായ സംശയങ്ങൾക്ക് സഹായകമായി നെറ്റ്വർക്ക് ചാനലിന്റെ പുതിയ പങ്ക്തി ആരംഭിക്കുന്നു. സസ്യാരോഗ്യ പരിപാലനം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ CPM-ന്റെ നേതൃത്വത്തിലുള്ള വടക്കൻ മേഖലാ ജാഥ പര്യടനം തുടങ്ങി. MV ജയരാജൻ ക്യാപ്റ്റനായുള്ള ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ജനജീവിതം താറുമാറാക്കുന്ന കേന്ദ്ര സർക്കാർ നയം തുറന്നുകാട്ടിയും സമാധാന ജീവിതം തകർക്കുന്ന സംഘപരിവാർ അതിക്രമങ്ങൾ വിവരിച്ചും CPIM വടക്കൻ ജാഥ രാമന്തളിയിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് വൈകിട്ടോടെ മാതമംഗലത്ത് സമാപിച്ചു. M സുരേന്ദ്രൻ, KK രാഗേഷ് MP, KM ജോസഫ്, M പ്രകാശൻ, MP സരള, മുഹമ്മദ് അഫ്സൽ എന്നിവരാണ് ജാഥാ അംഗങ്ങൾ. കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് നാടിനെ നയിക്കുന്ന RSS BJP അക്രമി സംഘങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള പ്രതിജ്ഞയാണ് MV ജയരാജൻ നയിക്കുന്ന ജാഥയുടെ സന്ദേശം. കേന്ദ്രത്തിന്റെ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ കാണാച്ചരടുകളും ജാഥയിൽ ചർച്ചയായി. പയ്യന്നൂരിൽ മുതിയലം, കണ്ടോത്ത്, വെള്ളൂർ, ഓണക്കുന്ന്, കൊഴുമ്മൽ, കാങ്കോൽ എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ഭക്ഷ്യമേഖലയിലെ ലൈസൻസിന് ഏകജാലക സംവിധാനം നടപ്പിലാക്കണമെന്ന് ബേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വം. ബേക്കേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രവർത്തക കൺവെൻഷനിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പുതിയ ഭാരവാഹികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു. ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഏകജാലക സംവിധാനമാണുള്ളത്. കേരളത്തിൽ വൻകിട വ്യവസായങ്ങൾക്ക് ബാധകമായ അതേ നിയമങ്ങൾ തന്നെയാണ് ഭക്ഷ്യമേഖലയിലും നടപ്പാക്കുന്നത്. ഇത് ബേക്കറി വ്യവസായത്തെ തകർക്കും. ബേക്കറി വ്യവസായത്തെ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും നേതൃത്വം ആവശ്യപ്പെട്ടു. ബേക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. ഏത് സാമ്പാറായാലും പായസമായാലും മറ്റേത് സാധനങ്ങളായാലും നമ്മൾ ഇൻസ്റ്റർ എന്ന നിലയിൽ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന നിലയിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ വീടുകളിൽ നിന്ന് മുമ്പുണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഇപ്പോൾ വീടുകളിൽ പോലും കിട്ടത്തില്ല. കാരണം തേങ്ങയായാലും മറ്റു സാധനങ്ങളായാലും അതരച്ച് കലക്കി അതിൻ്റെതായിട്ടുള്ള ഒരു യഥാർത്ഥ രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു രീതി ഇപ്പോഴും വീടുകളിൽ പോലും കിട്ടില്ല. കാരണം എല്ലാം മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് ഒന്നിച്ച് കലക്കി എടുക്കുന്ന നിലയിലേക്ക് എത്തുക. സംസ്ഥാന പ്രസിഡന്റ് PM ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KR ബാലകൃഷ്ണൻ, KR ബൽരാജ്, റോയൽ നൌഷാദ്, അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് A. രാജീവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി റോയൽ നൌഷാദ്, ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് സോമു, TV കിഷോർ കുമാർ, ചന്ദ്രൻ ചെറുവത്തൂർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാലിന്യം നിറഞ്ഞ് പുഴകളും തോടുകളും നശിക്കുന്നു. അനധികൃത അറവുശാലകളിൽ നിന്നും മാലിന്യങ്ങൾ പുഴയിലേക്ക് വലിച്ചെറിയുന്നത് വ്യാപകമായി. മാലിന്യങ്ങൾ നിറഞ്ഞ് പഴയങ്ങാടി പാലക്കോട് പുഴകൾ മാലിന്യപ്പുഴയായി മാറി. ദുർഗന്ധം കാരണം ഇതിന് സമീപത്ത് കൂടി സഞ്ചരിക്കാൻ പോലും സാധിക്കില്ല. സദാസമയവും പുഴയിലൂടെ ഒഴുകുന്ന അറവു മാലിന്യങ്ങൾ ഇവ കാക്കയും മറ്റും കൊത്തിവലിച്ച് സമീപത്തെ കിണറുകളിൽ നിക്ഷേപിക്കുന്നു. മാലിന്യങ്ങൾ കണ്ടൽക്കാടുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയും ദുർഗന്ധം കാരണം തീരദേശത്തെ വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. മത്സ്യത്തൊഴിലാളികളാണ് ഏറെ ദുരിതം പേറുന്നത്. കല്യാണ വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി പുഴയിൽ തള്ളുന്നു. മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാത്തതാണ് മാലിന്യം വർദ്ധിക്കാൻ കാരണമാകുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കഴിയുന്നതും ഒഴിവാക്കണമെന്നും ജൈവമാലിന്യങ്ങളൊക്കെ അതാത് സ്ഥലത്ത് തന്നെ സംസ്കരിക്കാനുള്ള ഏർപ്പാട് സ്വയം ചെയ്യണമെന്നും അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഓരോ വീട്ടിലെ വേസ്റ്റും അതാത് പറമ്പിൽ കത്തിക്കുകയോ അല്ലെങ്കിൽ കുടിച്ചിടുകയോ ചെയ്ത് മാത്രമേ നമ്മുടെ മാലിന്യം മുക്തമാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. കാരണം കച്ചറ പുഴയിലേക്കോ അല്ലെങ്കിൽ അടുത്ത തോടിലേക്കോ വലിച്ചെറിയുന്ന ഒരു സ്വഭാവം നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക്. അപ്പോൾ ആ സ്വഭാവം മാറ്റി
ഒരു നല്ല നമ്മുടെ നാടിനെ ഒരു ശുദ്ധമാക്കാൻ. പാലത്തിനു മുകളിൽ വെച്ചാണ് മിക്കപ്പോഴും മാലിന്യം പുഴയിൽ തള്ളുന്നത്. ഇവിടങ്ങളിൽ CCTVയും തിരുവുവിളക്കും സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ മാലിന്യ നിക്ഷേപം തടയാൻ സാധിക്കുമെന്നാണ് പൊതുജനാഭിപ്രായം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഡിവൈഎഫ്ഐ കുഞ്ഞിമംഗലം സൗത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CV ധനരാജ് അനുസ്മരണം സംഘടിപ്പിച്ചു. തെക്കുംപാട് സംസ്കാര ക്ലബിന് സമീപത്തായിരുന്നു അനുസ്മരണ പരിപാടി. പിണറായിയിലെ പാറപ്പുറത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം കൊണ്ട് എന്ന് പറയുന്ന RSS. പാറപ്പുറത്തൊരു ശാഖയുണ്ടാവണമെന്ന ആ ലക്ഷ്യം ഇതുവരെ സാക്ഷാത്കരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തത്, അതേ പിണറായിയിൽ മറ്റൊരു ശത്രു കൂടി പിറന്നിരിക്കുന്നു. അതാരുമല്ല, സഖാവ് പിണറായിയാണ്. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം അവരോധിച്ച ആ സമയം മുതൽ ആ ഗ്രാമത്തെ, ആ സമാധാനത്തെ പരിപൂർണമായി ഇല്ലാതാക്കാൻ വേണ്ടി, ആ ഗ്രാമത്തെ പരിപൂർണമായി അശാന്തിയിലാക്കാൻ വേണ്ടി രാത്രികാലങ്ങളിൽ ഇരയെ തേടുന്ന വേട്ടക്കാരെ പോലെ ഈ ആയുധങ്ങളും ബോംബുമായി ആ ഗ്രാമങ്ങളിൽ ചാവേറുകളെ പോലെ കടന്നുകൊണ്ട് അവിടുത്തെ വീടുകൾക്ക് നേരെയും പാർട്ടി ഓഫീസുകൾക്ക് നേരെയും ബോംബെറിഞ്ഞും കല്ലെറിഞ്ഞും നിലനിന്നിരുന്ന നാടിന്റെ സമാധാനത്തെ പരിപൂർണമായി ഇല്ലാതാക്കാൻ RSS ശ്രമിക്കുന്നുവെന്ന് സുധീഷ് മിന്നി അഭിപ്രായപ്പെട്ടു. ഡിവൈഎഫ്ഐ കുഞ്ഞിമംഗലം സൗത്ത് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച CV ധനരാജ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AV രഞ്ജിത്ത്, KV ബാബു, KV സന്തോഷ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരള പ്രദേശ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃക്കരിപ്പൂർ ബ്ലോക്ക് കൺവെൻഷൻ തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യപുരോഗതിക്ക് ആവശ്യമായ വിദേശ നാണ്യം നേടിത്തരുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മേഖലയായിട്ട് പോലും തൊഴിലാളികളുടെ പ്രശ്നങ്ങളോട് ഭരണകൂടങ്ങൾ മുഖം ധരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃക്കരിപ്പൂർ ബ്ലോക്ക് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. കേരളത്തെ ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് നയിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് അത്താണിയായി സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി ആ ഗവൺമെന്റ് നടത്തിയ സുതുല്യമായ സേവനങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം നമുക്കാണ് എതിരായ അടിയൊഴുക്കുകളാണ്. അത് നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഉദാഹരണമായി ഞാൻ തൃക്കരിപ്പൂരിൽ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ഞങ്ങളുടെ എല്ലാ കണക്കുകളും വിലയിരുത്തിയാൽ ജയിക്കാൻ പറ്റുന്നൊരു നിയോജകമണ്ഡലമായിരുന്നു. കാർഷിക വിളകൾ കഴിഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിൽ മത്സ്യോൽപാദനമാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതെന്നും ഉദ്ഘാടകൻ കൂട്ടിച്ചേർത്തു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് T ധനഞ്ജയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി KP പ്രകാശൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ, K മനോഹരൻ, PP ഭരതൻ, K ശ്രീധരൻ മാസ്റ്റർ, സുമാ കണ്ണൻ, സരോജിനി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പാലക്കോട് കടപ്പുറം മണൽത്തിട്ട കൊണ്ട് മൂടുന്നു. അഴിമുഖത്ത് കടൽ ഗതിമാറി ഒഴുകുന്നത് കാരണം ചൂട്ടാട് ബീച്ച് പാർക്കിനും മത്സ്യത്തൊഴിലാളികൾക്കും ഇത് ഭീഷണിയാവുകയാണ്. പാലക്കോട് കടപ്പുറം അഴിമുഖം മണൽത്തിട്ട കൊണ്ട് മൂടിയത് കാരണം വർഷങ്ങളായി മത്സ്യത്തൊഴിലാളികൾ ദുരിതം പേറുകയാണ്. ആഴക്കടലിൽ നിന്നും മത്സ്യബന്ധനം കഴിഞ്ഞ് പാലക്കോട് ഹാർബറിലെത്താൻ അഴിമുഖത്തെ മണൽത്തിട്ട വലിയ തോതിൽ തടസ്സമായിരിക്കുകയാണ്. എന്നാൽ ഈ പ്രശ്നം വർഷങ്ങളായി ഇവർ അനുഭവിക്കുകയാണ്. അഴിമുഖത്ത് തന്നെ ചൂട്ടാട് ഭാഗത്തൂടെയാണ് ഇപ്പോൾ കടൽ ഗതിമാറി ഒഴുകുന്നത്. ഇതു കാരണം മണ്ണൊലിപ്പ് രൂപപ്പെട്ടിരിക്കുകയാണ് ഇവിടെ. ഇത് ചൂട്ടാട് ബീച്ച് പാർക്കിനും ഭീഷണിയായിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിലുള്ള കാറ്റാടി മരങ്ങളും തെങ്ങുകളും കടപുഴകി വീഴുന്നുണ്ട്. ഇത് സ്വകാര്യ വ്യക്തികളുടെ റിസോർട്ടുകളുടെ സമീപത്തേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പോയാൽ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിച്ച ചൂട്ടാട് ബീച്ച് പാർക്കും നാശത്തിലാകും. അഴിമുഖത്തെ മണ്ണ് നീങ്ങിപ്പോവാത്തതാണ് പ്രശ്നം സങ്കീർണമാകുന്നത്. കാലവർഷത്തിൽ തന്നെ അഴിമുഖത്തെ ഒഴുക്ക് രൂപപ്പെടാറുണ്ടെങ്കിലും വർഷങ്ങളായി ഉണ്ടാവാറില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം പറയുന്നത്. കടലിൽ ഉപേക്ഷിച്ച് വരേണ്ട ഒരു ഗതികേടാണ് മത്സ്യത്തൊഴിലാളികൾക്കുള്ളത്. ഇതിനെ സർക്കാർ തലത്തിൽ എന്തെങ്കിലും കാര്യമായിട്ട് പഠിക്കണം. MLAക്കും മന്ത്രിമാർക്കും എല്ലാവർക്കും നിവേദനം കൊടുത്തിട്ടുണ്ട്. മണ്ണിടിച്ചിൽ കാരണം കൊണ്ട് മണ്ണിൻ്റെ തിട്ട കൂടുന്ന കാരണം പിന്നെ ചൂട്ടാട് ബീച്ച് അങ്ങനെ പോകുന്നുണ്ട്. അതുകൂടാണ്ട് ഇവിടെ ഒരു 6 കിലോമീറ്റർ നീളമായിട്ട് വന്ന് മുറിയേണ്ട സ്ഥലത്തെല്ലാം കുറേ ദൂരമായിട്ട് മണ്ണിട്ട് ഇട്ട കൂടിയിട്ടാണ് ഉള്ളത്. അഴിമുഖം മുറിക്കാനായി മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടായ്മയായ കടക്കോടിയും പഞ്ചായത്തും ശ്രമിച്ചിരുന്നു. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തെങ്കിലും ഫലപ്രദമായിരുന്നില്ല. ഇങ്ങനെ ലക്ഷങ്ങളാണ് പാഴായി പോയത്. മത്സ്യത്തൊഴിലാളികൾ മത്സ്യവുമായി പാലക്കോട് ഹാർബറിലെത്താൻ കഴിയാതെ മറ്റു കേന്ദ്രങ്ങളിലേക്കാണ് പോകുന്നത്. നിവേദനങ്ങളും പരാതികളും അധികൃതർക്ക് നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല.
കഴിഞ്ഞ ദിവസം അഴിമുഖത്തെത്തിയ TV രാജേഷ് MLA കണ്ട് മത്സ്യത്തൊഴിലാളികൾ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിരുന്നു. കടലോര മക്കളുടെ ജീവിതവും സ്വത്തിനും സുരക്ഷിതമല്ലാത്ത രീതിയിൽ മണൽ കൂമ്പാരമായിട്ടും നടപടിയെടുക്കാതെ നോക്കി നിൽക്കുന്ന അധികാരി വർഗം ഇനിയെങ്കിലും കനിയാൻ തയ്യാറാവണം. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി T ബാബു, പഴയങ്ങാടി. പുഴ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പാലക്കോട്, സുൽത്താൻതോട് പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവൃത്തി സംഘടിപ്പിച്ചു. ജനകീയ കൂട്ടായ്മയിലാണ് പ്രവൃത്തി സംഘടിപ്പിച്ചത്. പുഴ ശുചീകരണത്തിന്റെ ഭാഗമായി TV രാജേഷ് MLA, C കൃഷ്ണൻ MLA, ജില്ലാ കളക്ടർ മീർ മുഹമ്മദ് അലി എന്നിവർ പുഴയാത്ര സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പുഴ ശുചീകരണ പ്രവൃത്തി സംഘടിപ്പിച്ചത്. മാലിന്യം നിറഞ്ഞ മുട്ടം, പാലക്കോട്, ചൂട്ടാട്, ചെമ്പല്ലിക്കുണ്ട് പ്രദേശങ്ങളിലാണ് പുഴ ശുചീകരണവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചത്. NSS വിദ്യാർത്ഥികൾ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് പ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവൃത്തിയും ബോധവൽക്കരണവും നടന്നത്. തുടർന്നും ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ തോടും നമ്മുടെ പുഴയും നമ്മുടെ സമ്പത്താണ്. അതിനെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്ന ഒരു ബോധം പൊതുജനങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നതുകൂടിയാണ് ഈ ഒരു പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. TV രാജേഷ് MLA, C കൃഷ്ണൻ MLA, ജില്ലാ കളക്ടർ മീർ മുഹമ്മദ് അലി, SK ആബിദ, M കുഞ്ഞിരാമൻ, N ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ചന്തേരിയിൽ പോലീസ് പിടിച്ച പടുകൂറ്റൻ മണൽ ലോറികൾ റോഡ് കയ്യേറി പാർക്ക് ചെയ്തതോടെ കാലിക്കടവ് തൃക്കരിപ്പൂർ റോഡ് ഗതാഗതം ദുഷ്കരമാകുന്നു. കേസുകളിൽപ്പെട്ട് പിടിച്ചുവയ്ക്കപ്പെട്ട വാഹനങ്ങൾ പാതയുടെ ഇരുവശങ്ങളിലും നിർത്തിയിട്ടതാണ് കാൽനടയാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നത്. കാലിക്കടവ് തൃക്കരിപ്പൂർ റോഡരികിലുള്ള ചന്തേര പോലീസ് സ്റ്റേഷന് മുന്നിൽ റോഡിനിരുവശവും ഇപ്പോൾ അനധികൃത പൂഴിക്കടത്തിനിടെ പിടിക്കപ്പെട്ട വലിയ നാഷണൽ പെർമിറ്റ് ലോറികൾ ഉൾപ്പെടെ 15ഓളം ലോറികളും മറ്റ് ധാരാളം ചെറുവാഹനങ്ങളുമുണ്ട്. ചന്തേര ഇസ്ലത്തുൽ ഇസ്ലാം ALP സ്കൂൾ, പിലിക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളും കാൽനടയായി പോകുന്ന റോഡാണിത്. ഇവിടെയാണ് അപകടം പതിയിരിക്കുന്നത്. നൂറുകണക്കിന് വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡരികിൽ തന്നെ പോലീസ് പിടിച്ച വാഹനങ്ങൾ നിർത്തിയിട്ടത് നാട്ടുകാർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. മാസങ്ങളായി നിർത്തിയിട്ട ലോറികളുടെ അടിഭാഗത്ത് തെരുവ് നായ്ക്കളുടെ പ്രധാന വാസസ്ഥലവുമാണ്. ഇതുവഴി നടന്നു പോകുന്നവരുടെ നേരെ ലോറിക്കടിയിൽ നിന്നും നനച്ചിരിക്കാതെ നായ്ക്കൾ കുരച്ചെടുക്കുമ്പോൾ നടുറോഡിലേക്ക് മാറുകയല്ലാതെ വേറെ രക്ഷയില്ല. ഇത് അപകട സാധ്യതയ്ക്ക് വഴിവെക്കുകയാണെന്ന് പോലീസിന് തന്നെ അഭിപ്രായവുമുണ്ട്. പക്ഷേ പോലീസ് സ്റ്റേഷൻ വളപ്പും തൊട്ടടുത്ത പരേഡ് ഗ്രൗണ്ടും പണ്ടേ വാഹനങ്ങൾ നിറഞ്ഞ് തുരുമ്പെടുക്കുന്ന സ്ഥിതിയിലാണ്. ഓട്ടോറിക്ഷകൾ, മിനി ലോറികൾ, ബൈക്കുകൾ മാത്രമല്ല മണൽക്കടത്തിനിടെ പിടിച്ചെടുത്ത തോണികൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുന്നരു മെയിൻ റോഡിൽ ബാങ്ക് സ്റ്റോപ്പിലുള്ള പൊള്ളമരം വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകട ഭീഷണി ഉയർത്തുന്നു. മരത്തിന്റെ ശിഖരങ്ങൾ വൈദ്യുതി ലൈനിൽ കുടുങ്ങിക്കിടക്കുന്നതും ദുരന്ത സാധ്യത വർദ്ധിപ്പിക്കുന്നു. കുന്നരു മെയിൻ റോഡിൽ ബാങ്ക് സ്റ്റോപ്പിൽ റോഡിനോട് ചേർന്ന് ഇരുവശങ്ങളിലുമുള്ള 2 മരങ്ങളാണ് ജനങ്ങളെ ഭീഷണിയിലാക്കുന്നത്. വീതി കുറഞ്ഞ റോഡിൽ മരം വലിയ തോതിൽ ഗതാഗത തടസ്സമുണ്ടാക്കുന്നുമുണ്ട്. സൈഡ് കൊടുക്കുമ്പോൾ വാഹനങ്ങൾ മരത്തിലിടിക്കുന്നതും പൊള്ളമരത്തിന്റെ ശിഖരങ്ങൾ പൊട്ടി വീഴുന്നതും പതിവായിരിക്കുകയാണ്. മരത്തിന്റെ ശിഖരങ്ങൾ വൈദ്യുതി ലൈനിൽ കുരുങ്ങിക്കിടക്കുന്നുമുണ്ട്. അംഗൻവാടിയും വെയിറ്റിംഗ് ഷെൽട്ടറും സ്ഥിതി ചെയ്യുന്നത് മരത്തിന്റെ സമീപത്താണ്. അപകട ഭീഷണി ഉയർത്തുന്ന പൊള്ളമരം മുറിച്ചു മാറ്റണമെന്നാണ് പ്രദേശത്തുകാർ ആവശ്യപ്പെടുന്നത്. മസ്തിഷ്ക രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന നിർധന കുടുംബാംഗമായ ആലിസ് ജോർജിന് വാട്സപ്പ് കൂട്ടായ്മയുടെ കാരുണ്യഹസ്തം. വിളയാങ്കോടുള്ള സ്പേക്മാൻ വാട്സപ്പ് കൂട്ടായ്മയാണ് ധനസഹായം നൽകിയത്. സ്പോക്സ്മാൻ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച 1,00,000 രൂപയുടെ ചെക്കാണ് ഗുരുതരമായി മസ്തിഷ്ക രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ആലിസ് ജോർജിന് കൈമാറിയത്. പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി PP രാജൻ ചികിത്സാ സഹായ കമ്മിറ്റിക്കാണ് തുക കൈമാറിയത്. സമീപ പ്രദേശങ്ങളിലുള്ളവരും സാമൂഹിക പ്രവർത്തകരും കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായി. പ്രവാസി കൂട്ടായ്മയും വാട്സപ്പ് കൂട്ടായ്മയും ഒരാഴ്ച കൊണ്ട് സ്വരൂപിച്ച പണമാണ് നൽകിയത്. 8 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയയാണ് ആലീസിന് വേണ്ടത്. ഈ തുക കണ്ടെത്താനുള്ള ശ്രമത്തിൽ ഉദാരമതികൾ സഹായിക്കും എന്ന പ്രതീക്ഷയിലാണ് കുടുംബം. തുക കൈമാറ്റ ചടങ്ങിൽ MV സതീശൻ, വാർഡംഗം സരള, TV മോഹനൻ, TP രമേശൻ, അജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ബാലസംഘം പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം കണ്ണപുരം മൊട്ടമൽ സ്കൂളിൽ നടന്നു. നാരായണൻ കാവുമ്പായി ഉദ്ഘാടനം ചെയ്തു. വളരെ വഴുവഴുത്ത വരമ്പിലൂടെ വഴുതു വീഴുന്നത് പലപ്പോഴും തിന്മയുടെ ലോകത്ത്, ഏട്ടിന്റെ ലോകത്ത്, വിഭാഗീയതയുടെ ലോകത്ത്, അജ്ഞതയുടെ ലോകത്ത് ആയിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്ന ഒരു വയോഘട്ടമാണ് ഇത്
എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അപ്പോൾ നമ്മൾ നടക്കുന്ന വഴികൾ, നമ്മൾ ജീവിക്കുന്ന വഴികൾ. ടി കെ നന്ദു അധ്യക്ഷത വഹിച്ചു. സവിൻ ടി, അഴീക്കോടൻ ചന്ദ്രൻ, ഇ മോഹനൻ, ടി ചന്ദ്രൻ, കെ വി ബാലൻ, ടി വി ലക്ഷ്മണൻ, കെ വി ശ്രീധരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കൃഷി സംബന്ധമായ സംശയ നിവാരണത്തിന് കൃഷിപരിപാലന വിവരങ്ങൾക്കുമായി നെറ്റ്വർക്ക് ചാനലും കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായി ഒരുക്കുന്ന പ്രത്യേക പങ്ക്തി ആരംഭിക്കുന്നു. സസ്യാരോഗ്യ പരിപാലനം. കൃഷി വകുപ്പിൻ്റെ വിജ്ഞാന വ്യാപനത്തിൻ്റെ ഭാഗമായിട്ടും പ്ലാൻ ഹെൽത്ത് ക്ലിനിക്കിൻ്റെ ഭാഗമായും കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷിഭവൻ MPP പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് എല്ലാ തിങ്കളാഴ്ചയും ചെറിയ ചെറിയ അറിവുകൾ, ശാസ്ത്രീയമായ കൃഷി ചെയ്യുന്നതിന് ചെറിയ ചെറിയ അറിവുകൾ കർഷകർക്ക് മെസ്സേജായി കൊടുക്കുന്നു. അത് എല്ലാ തിങ്കളാഴ്ചയും 3 മിനിറ്റ് നേരം കർഷകർക്ക് എത്തിക്കാൻ വേണ്ടിയാണ് കടന്നപ്പള്ളി പാണപ്പുഴയിലെ കൃഷി ഓഫീസറായ റൂബി എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ എത്തിക്കുന്നതായിരിക്കും. കർഷകർക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കൃഷി ഓഫീസറെ അറിയിച്ചാൽ തീർച്ചയായും അതിൻ്റെ പരിഹാരം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളെ അറിയിക്കാൻ സന്നദ്ധരാണെന്ന് അറിയിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങും. പലതരം രോഗങ്ങളും കീടങ്ങളും ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ കാണുന്ന അസിഡിറ്റി വളരെ രൂക്ഷമാണ്. സാധാരണ അസിഡിറ്റി കണ്ടുപിടിക്കുന്ന മണ്ണ് പരിശോധനയിലാണ് ഇത് വ്യക്തമായി കാണാവുന്നതാണ്. നമുക്ക് കുമ്മായം പ്രയോഗം നടത്തിയില്ലെങ്കിൽ രോഗങ്ങൾ കൂടുതൽ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നെല്ലിന് കുമ്മായം ഇടണം. 10 സെൻറ്റ് നെല്ലിന് ഏകദേശം 10 സെൻറ്റ് വയലിൽ ഏകദേശം 24 കിലോ കുമ്മായമാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അത് 2 തവണ ഉപയോഗിക്കണം. ആദ്യം ഉഴുന്ന സമയത്ത് കുമ്മായം 14 കിലോ ഒരു 10 സെൻറ്റിന് ഇടുക. അതിനുശേഷം നട്ട് 10 ദിവസം കഴിഞ്ഞ് വീണ്ടും 10 കിലോ കുമ്മായം ചേർത്താൽ മാത്രമേ ഇത്തരം പ്രശ്നത്തിന് പരിഹാരമാവുകയുള്ളൂ. ഇത് കർഷകർക്ക് നേരിട്ട് മനസ്സിലാവില്ല. ഈ അസിഡിറ്റി അല്ലെങ്കിൽ അമ്ലത ഇതൊരു വിഷമായി മാറുകയാണ്. ചെടികൾക്ക് കൂടുതൽ രോഗബാധ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വയലുകളിൽ കുമ്മായം നിർബന്ധമായും ഇടണം. നെല്ലിന് മാത്രമാണോ കുമ്മായ പ്രയോഗം നടത്തേണ്ടത്? പോരാ. കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മണ്ണിലും അസിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് തെങ്ങിനായാലും കുരുമുളകിനായാലും പച്ചക്കറികൾക്കായാലും മണ്ണ് പരിശോധനയുടെ ബേസിൽ കുമ്മായ പ്രയോഗം നടത്തേണ്ടതാണ്. തെങ്ങിന് സാധാരണഗതിയിൽ 1 കിലോയോളം കുമ്മായം ഇടണം. അതോടൊപ്പം കുരുമുളകിനായാലും 1/2 കിലോ, വാഴ നടുവാണെങ്കിൽ 1 കിലോ കുമ്മായം ഇടണം. അത് പല ഡോസിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. മണ്ണ് പരിശോധന നടത്തിയാലും ഇല്ലെങ്കിലും ഈ തരത്തിലുള്ള രീതിയിൽ കാണുകയാണെങ്കിൽ തീർച്ചയായും കുമ്മായ പ്രയോഗം നടത്തേണ്ടതാണ്. കുമ്മായ പ്രയോഗം കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ മണ്ണിലുള്ള മൂലകങ്ങൾ വലിച്ചെടുക്കാൻ ഒരു പ്രത്യേക അമ്ലത, ഒരു പ്രത്യേക അസിഡിറ്റി ഒരു പ്രത്യേക കണ്ടീഷൻ ഉണ്ടായാൽ മാത്രമേ വലിച്ചെടുക്കാൻ പറ്റൂ. ഇത് അതിനെ തടയും. അപ്പം മണ്ണിൽ എത്ര പോഷകം ഉണ്ടായാലും ചെടിക്ക് കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള അസിഡിറ്റിയാണ്. തീർച്ചയായിട്ടും കുമ്മായ പ്രയോഗം കർഷകർ പാലിക്കേണ്ടതാണ്. ജനറൽ റെക്കമെൻഡേഷൻ പറയുകയാണെങ്കിൽ സെൻറ്റിന് 1 തൊട്ട് 2 കിലോ വരെ കുമ്മായം നമുക്ക് ചേർത്ത് കൊടുക്കാം. മണ്ണ് പരിശോധിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും എത്ര കുമ്മായം ചേർക്കണം എന്ന് പറയും. എല്ലാ വിളകൾക്കും അതിനനുയോജ്യമായ രീതിയിൽ കുമ്മായ പ്രയോഗം നടത്തണം. എത്ര കുമ്മായം പ്രയോഗിക്കണം എന്നുള്ളത് മണ്ണ് പരിശോധനയ്ക്ക് നമ്മുടെ ജില്ലാ മണ്ണ് പരിശോധന കേന്ദ്രത്തിൽ പോയാൽ മണ്ണുമായിട്ട് 1/2 കിലോ മണ്ണുമായിട്ട് അവിടെ പോയാൽ അതിൻ്റെ നിർദ്ദേശം തരുന്നതായിരിക്കും. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ അംഗമായിരുന്ന വി സുരേഷിന്റെ കുടുംബത്തിന് ഫെഡറേഷന്റെ ധനസഹായം വിതരണം ചെയ്തു. റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ധനസഹായം കൈമാറി. കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ കരാർ പ്രവൃത്തികൾ ഏറ്റെടുത്തു നടത്തുന്ന ചെറുകിട ഇടത്തരം കരാറുകാരുടെ സംഘടനയാണ് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ.
സംഘടനയിലെ അംഗങ്ങളുടെ അഭിവൃദ്ധിക്കും കുടുംബസുരക്ഷയ്ക്കും വേണ്ടി സംസ്ഥാനതലത്തിൽ രൂപീകരിച്ചിട്ടുള്ളതാണ് സൊസൈറ്റി ഫോർ കോൺട്രാക്ട് സോഷ്യൽ സെക്യൂരിറ്റി. സൊസൈറ്റിയിലെ അംഗങ്ങൾ മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. KGCF ചെറുവത്തൂർ മേഖലാ കമ്മിറ്റി അംഗം വി സുരേഷിന്റെ കുടുംബത്തിനുള്ള 5 ലക്ഷം രൂപ ധനസഹായം റവന്യൂ വകുപ്പ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ കൈമാറി. ഇതെല്ലാം താൽക്കാലികമായ ഒരു സഹായം എന്നതിനാണ് ഒരു കുടുംബത്തിന്റെ സുരക്ഷിതത്വം. KGCF സംസ്ഥാന കമ്മിറ്റി രക്ഷാധികാരി ഇ വി കൃഷ്ണപൊതുവാൾ അധ്യക്ഷനായ ചടങ്ങിൽ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ, LSGD നീലേശ്വരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ UV രാജീവൻ, SSCSS ജോയിന്റ് സെക്രട്ടറി PV കൃഷ്ണൻ തുടങ്ങി നിരവധി പേർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തീയ മഹാസഭ വയക്കര ഉമ്മറപ്പൊയിൽ യൂണിറ്റ് സമ്മേളനം വയക്കരയിൽ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് P കൃഷ്ണൻ അധ്യക്ഷനായി. തീയ മഹാസഭ വയക്കര ഉമ്മറപ്പൊയിൽ യൂണിറ്റ് സമ്മേളനം മലബാർ തീയ മഹാസഭ പ്രസിഡന്റ് MK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ RC കരിപ്പത്ത് മുഖ്യപ്രഭാഷണം നടത്തി. A ബാലകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബിന്ദു ഭാസ്കരൻ, പ്രശാന്ത്, KP കുഞ്ഞിരാമൻ മാസ്റ്റർ, K നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മാലിന്യങ്ങൾ കുമിഞ്ഞു കൂട്ടിയിട്ടിരിക്കുന്നത് യാത്രക്കാർക്ക് ദുരിതം സൃഷ്ടിക്കുന്നു. നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള മാലിന്യ നിക്ഷേപം അധികൃതരും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പയ്യന്നൂർ പുതിയ സ്റ്റാൻഡ് പരിസരത്താണ് ഈ ദുരവസ്ഥ. മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ദുർഗന്ധം അസഹ്യമാണ്. വണ്ടിയിൽ പോകുന്നവരും കാൽനടയാത്രക്കാരും ഇവിടെ മാലിന്യം തള്ളുന്നതിനാൽ വൻ പാരിസ്ഥിതിക പ്രശ്നത്തിനാണ് വഴിതെളിക്കുന്നത്. കാട് മൂടിക്കിടക്കുന്ന പ്രദേശമായതിനാൽ മാലിന്യം തള്ളിയാൽ അധികമാരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്നതും ഒരു കാരണമാണ്. പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ വിപുലമായ പദ്ധതികൾ ഇടുന്ന അധികൃതർക്കു മുന്നിലാണ് പയ്യന്നൂരിന്റെ ഹൃദയഭാഗത്തെ ഈ മാലിന്യ കൂമ്പാരം. ഉറവിട മാലിന്യ സംസ്കരണത്തിന് മുതിരാതെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന തരത്തിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നത് സമീപത്തെ വ്യാപാരികളെയും ഏറെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നു. മാലിന്യ നിക്ഷേപം തടയാൻ വേണ്ടപ്പെട്ടവർ ശ്രമിക്കുന്നില്ല എന്നാണ് ഈ മാലിന്യ കൂമ്പാരം ചൂണ്ടിക്കാണിക്കുന്നത്. ഉമ്മറപ്പൊയിൽ ബ്രദേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ഫോർമൻ വോളി 2016 പെരിങ്ങോം ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിൽ നടന്നു. മലയോര മേഖലയിലെ 19ഓളം ടീമുകളെ അണിനിരത്തിയാണ് മത്സരം സംഘടിപ്പിച്ചത്. ടൂർണമെന്റിന്റെ ഉദ്ഘാടന കർമ്മം KF വർഗീസ് ഉമ്മറപ്പൊയിൽ നിർവഹിച്ചു. വിജേഷ് ഉമ്മറപ്പൊയിൽ, ഗോവിന്ദൻ P, സുനിൽ PS, മഹേഷ് ഉമ്മറപ്പൊയിൽ, ഷിജിത്ത് ഉമ്മറപ്പൊയിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുൻകാല വോളി താരങ്ങളെ ആദരിച്ചു. തൃക്കരിപ്പൂർ KMK സ്മാരക കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ K കൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണവും കണ്ണൂർ കാസർഗോഡ് ജില്ലാതല കവിതാലാപന മത്സരവും സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ KMK വജ്ര ജൂബിലി ഹാളിൽ നടന്ന കവിതാലാപന മത്സരത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ നിരവധി പ്രതിഭകൾ കവിതകൾ അവതരിപ്പിച്ചു. അനുശ്രീ K 1ാം സ്ഥാനവും ആനന്ദ് V ചന്ദ്രൻ 2ാം സ്ഥാനവും ശ്രീനിവാസൻ 3ാം സ്ഥാനവും നേടി. തുടർന്ന് വൈകിട്ട് നടന്ന K കൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണം തൃക്കരിപ്പൂർ പത്മനാഭൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PP രഘുനാഥൻ അധ്യക്ഷത വഹിച്ചു. KV കൃഷ്ണൻ, ദിനേശൻ BV, K ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കണ്ണപുരം ജനമൈത്രി പോലീസും റിവഞ്ചേഴ്സ് ടീം മാറ്റാങ്കിലും സംയുക്തമായി മൊട്ടമ്മൽ സ്കൂളിന് വാട്ടർ പ്യൂരിഫയർ വിതരണം ചെയ്തു. കണ്ണപുരം SI രവീന്ദ്രൻ K വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജനമൈത്രി പോലീസിന്റെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അജണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് പല ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇന്നത് ചെയ്യാതെ എന്തുകൊണ്ടാവും. മൊട്ടമ്മൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ റിവഞ്ചേഴ്സ് മാറ്റാങ്കിലിന്റെ പ്രവർത്തകരാണ് വാട്ടർ പ്യൂരിഫയർ വിതരണത്തിനായുള്ള ഫണ്ട് കണ്ടെത്തിയത്. സ്കൂൾ അധികൃതരുടെ അപേക്ഷയെ തുടർന്ന് ജനമൈത്രി പോലീസും റിവഞ്ചേഴ്സ് ടീം അംഗങ്ങളും ചേർന്നാണ് പദ്ധതി വിജയത്തിലെത്തിച്ചത്. സ്കൂൾ കുട്ടികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. കണ്ണപുരം റിവഞ്ചേഴ്സ് മാറ്റാങ്കിൽ കുറച്ച് യുവാക്കൾ ചേർന്നിട്ട് കൊടുക്കുന്നതാണ് ഇത്. നമ്മൾ പഠിച്ച സ്കൂളിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഒരു 10-18 ആൾക്കാർ മാത്രമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. സ്കൂളിൽ നടന്ന ചടങ്ങ് കണ്ണപുരം SI K രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു.
എ രാജേഷ്, ഗീതാകുമാരി, കെ എം ഉണ്ണികൃഷ്ണൻ, കെ ഉണ്ണികൃഷ്ണൻ, സി മാധവൻ എന്നിവർ സംബന്ധിച്ചു. റിവഞ്ചേഴ്സ് മാറ്റങ്കിന്റെ പ്രവർത്തകരായ എൻ വിപിൻ, പി സൂരജ്, നിതിൻ, ഷനോജ് ടി പി, വരുൺ കെ, അരുൺ കെ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. NREG വർക്കേഴ്സ് യൂണിയൻ തൃക്കരിപ്പൂർ ഏരിയ കൺവെൻഷൻ കാലിക്കടവിൽ നടന്നു. വെങ്ങാട്ട് കുഞ്ഞിരാമൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ തൊഴിൽ മേഖലയുണ്ട്, അസംഘടിത മേഖല പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ചുരുങ്ങിയത് 15,000 രൂപയെങ്കിലും കൂലി വേണം. വേണ്ടേ? 15,000 രൂപ എത്രയാണ്? 30 ദിവസത്തേക്ക് 500 രൂപ മുതൽ 15,000 രൂപ അല്ലേ? അസംഘടിത മേഖല പണിയെടുക്കുന്ന എല്ലാ തൊഴിലാളികൾക്കും മാസത്തിൽ 15,000 രൂപ കൂലി കിട്ടുന്ന ഒരു അവസ്ഥ ഇന്ത്യ രാജ്യത്ത് വേണമെന്ന് പറഞ്ഞത് CPM-കാരോ ഇടതുപക്ഷക്കാരോ CIT-കാരോ മാത്രമല്ല. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മിനിമം കൂലി 500 രൂപയാക്കുക, തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക തുടങ്ങിയവ കൺവെൻഷൻ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു. PP പ്രസന്ന അധ്യക്ഷത വഹിച്ചു. KV ജനാർദ്ദനൻ സ്വാഗതം പറഞ്ഞു. AV രമണിയെ പ്രസിഡന്റായും M കുഞ്ഞിരാമൻ മാസ്റ്റർ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ ഇടയിലക്കാട് ബണ്ടിനടുത്ത് കവ്വായി കായലിൽ മുങ്ങാറായ നിലയിൽ വീണുകിടക്കുന്ന ബൈക്ക് നാട്ടുകാരിൽ പരിഭ്രാന്തി ഉണർത്തി. തിങ്കളാഴ്ച പ്രഭാത സവാരിക്കിറങ്ങിയവരാണ് ബൈക്ക് കണ്ടത്. പുത്തൻ യമഹ ബൈക്ക് കായലിൽ മുങ്ങാറായ നിലയിൽ കണ്ടതോടെയാണ് വാഹനമോടിച്ചയാൾ കായലിൽ വീണുവെന്ന വിവരം തീ പോലെ പടർന്നത്. ചന്ദര പോലീസ് സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തി. ആളെ കണ്ടെത്തിയില്ല. പോലീസും നാട്ടുകാരും ചേർന്ന് ബൈക്ക് ചന്ദര സ്റ്റേഷനിലെത്തിച്ചു. തൃക്കരിപ്പൂർ തെക്കീലിലെ മുഹമ്മദ് ഷംഷുദ്ദീൻ്റെതാണ് ബൈക്കെന്ന് പോലീസ് പറഞ്ഞു. കായലിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വിദ്യാപീഠം കോളേജ് ചലച്ചിത്രമേള സംഘടിപ്പിച്ചു. ഓപ്പൺ ഫ്രെയിമിന്റെ സഹകരണത്തോടെ പയ്യന്നൂർ ചൈതന്യ ഹാളിലായിരുന്നു പരിപാടി. സ്ഥാപിക്കുന്ന സന്ദർഭത്തിലാണ് ചാപ്ലിൻ അതിന് അങ്ങേയറ്റത്തെ ഒരു ഹാസ്യ ഒരു സറ്റയർ അല്ലെങ്കിൽ ഒരു ആക്ഷേപഹാസ്യത്തിന്റെ ശൈലിയിൽ ഒരു പാരഡി നിർമ്മിക്കുന്നത്. പയ്യന്നൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M സഞ്ജീവൻ ഉദ്ഘാടനം ചെയ്തു. വാസു ചോറോട് അധ്യക്ഷനായി. MT അന്നൂർ, K രാമചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. ദ ഡിറ്റക്ടർ, പത്തേർ പാഞ്ചാലി തുടങ്ങി ഹ്രസ്വചിത്രങ്ങളും പ്രദർശിപ്പിച്ചു. തൃക്കരിപ്പൂർ ചെറുകാനം ജനക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കലും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. തൃക്കരിപ്പൂർ ചെറുകാനം ജനക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിച്ചവരെ ആദരിക്കലും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് പ്രഭാകരൻ തരങ്കിണി, വീരശൃംഖല നേടിയ രാജീവൻ പണിക്കർ, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടിയ VV വിപിന തുടങ്ങിയവരെയാണ് പരിപാടിയിൽ വെച്ച് ആദരിച്ചത്. VV പത്മനാഭൻ മാസ്റ്റർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. വിദ്യാഭ്യാസ കലാ സാംസ്കാരിക രംഗത്ത് വിവിധ തരം സംഘടനകൾ ഇത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചെറുകാനം ജനക്ഷേമ സമിതിയിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിൻ്റെ സംസ്കാരം, നമ്മുടെ നാട്ടിൻ്റെ നന്മയെ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ. ജനക്ഷേമ സമിതി പ്രസിഡന്റ് KV മോഹനൻ അധ്യക്ഷത വഹിച്ചു. KV ചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. TV ഷിബിൻ, K രവീന്ദ്രൻ, മനോഹരൻ കുവാരത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ എമർജൻസി ആൻഡ് ട്രോമ കെയർ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ആശുപത്രി പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. KK ഗംഗാധരൻ അധ്യക്ഷനായി. ഡോക്ടർ മുഹമ്മദ് ഷമീർ, ഡോക്ടർ TP കുഞ്ഞിക്കണ്ണൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പുതിയ യൂണിറ്റിൽ 24 മണിക്കൂറും എമർജൻസി കെയർ സംവിധാനം ലഭ്യമാവുന്ന തരത്തിലാണ് നവീകരിച്ചിരിക്കുന്നത്. ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു. ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ഫാപ്പിൻസ് കമ്മ്യൂണിറ്റി കോളേജും ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മലബാർ ചാപ്റ്ററും സംയുക്തമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു ക്ലാസ്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജാവേദ് ചടങ്ങിൽ ക്ലാസ് എടുത്തു. ശാരീരിക രോഗങ്ങൾക്കുള്ള പ്രതിരോധ മരുന്ന് പോലെ മാനസിക രോഗങ്ങൾക്കുള്ള മരുന്ന് അവനവനിലാണെന്ന് ക്ലാസിന്റെ ഭാഗമായി ജവാദ് അഭിപ്രായപ്പെട്ടു. എയ്ഡ്സ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ഒരു തീം എന്താണെന്നുള്ളതാണ് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. മാനസികപരമായിട്ട് രോഗങ്ങളെ കുറിച്ചിട്ട് ഞാനൊരു 3 മിനിറ്റ് കൊണ്ട് ഞാൻ പറയും.
മാനസിക രോഗങ്ങൾ ശരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ സാധാരണ സൈക്കോസിസ് എന്നും ന്യൂറോസിസ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ലഘു മാനസിക പ്രശ്നങ്ങളിലെയാണ് ശരിക്കും ന്യൂറോസിസ് എന്നും, സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും എന്ത് ചെയ്യുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ച് സമയമെടുത്ത് എന്ത് ചെയ്യാൻ പറ്റുന്നത് പിന്നെ മാറ്റാൻ പറ്റുന്ന ചില മാനസിക പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ സൈക്കോസിസ് എന്ന് പറയും. കോളേജ് ഫാക്കൽറ്റി സുഹൈൽ, കാസർഗോഡ് ജില്ലാ ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ശ്രീധൽ എന്നിവർ പ്രമേയത്തെ ആസ്പദമാക്കി സംസാരിച്ചു. പരിപാടിയിൽ അബു സലി സ്വാഗതം ആശംസിച്ചു. ഫാപ്പിൻസ് കമ്മ്യൂണിറ്റി കോളേജ് ചെയർമാൻ CT അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. അസ്ലം മാസ്റ്റർ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. പയ്യന്നൂർ മിഡ് ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അന്നൂർ സത്യനാർട്സ് ക്ലബിൽ കൂൺ കൃഷിയെക്കുറിച്ചുള്ള ക്ലാസും വിത്ത് വിതരണവും നടന്നു. പയ്യന്നൂർ മിഡ് ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അന്നൂർ സത്യനാർട്സ് ക്ലബിൽ നടന്ന കൂൺ കൃഷിയെക്കുറിച്ചുള്ള ക്ലാസ് റോട്ടറി സോൺ സെക്രട്ടറി ഡോക്ടർ M വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വരാൻ പോകുന്ന 2-3 വർഷങ്ങൾക്കുള്ളിൽ ഈ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും പണ്ട് വസൂരി തുടച്ചു മാറ്റിയതുപോലെ കോവിഡ് എന്ന രോഗം പൂർണ്ണമായും തുടച്ചു മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് റോട്ടറി പ്രതീക്ഷിക്കുന്നത്. അതാണ് റോട്ടറിയുടെ ലക്ഷ്യം. അതിൽ പലപ്പോഴും പക്ഷേ ജനങ്ങൾ അറിയുന്നില്ല ഇത് റോട്ടറിയാണ് ചെയ്യുന്നതെന്ന്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അതത് രാജ്യങ്ങളിലെ ഗവൺമെന്റുകളുമായിട്ട് ചേർന്നാണ് റോട്ടറി പദ്ധതി നടപ്പിലാക്കുന്നത്. പക്ഷേ വാർഡ് കൗൺസിലർ ധനദാസ് സുനിൽകുമാർ മുഖ്യാതിഥിയായി. റിട്ടയർഡ് അഗ്രികൾച്ചറൽ കൃഷി ഓഫീസർ PV നാരായണൻ ക്ലാസ് എടുത്തു. K കുഞ്ഞപ്പൻ, CM സത്യജിത്ത്, അഡ്വക്കേറ്റ് സനിക പത്മനാഭൻ, ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ അന്ധതാ നിവാരണ സൊസൈറ്റി, കണ്ണൂർ ജില്ലാ മൊബൈൽ ഒഫ്താൽമിക് യൂണിറ്റ് എന്നിവയുടെ സഹകരണത്തോടെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ രാവിലെ മുതൽ ഉച്ചവരെയാണ് സൗജന്യ നേത്രപരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും നടന്നത്. ചടങ്ങ് പയ്യന്നൂർ നഗരസഭ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. പ്രമേഹ രോഗ ബാധിതർക്ക് ആ പ്രമേഹ രോഗത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കാഴ്ചപ്പാട്, ഇത്തരം കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ പരിശോധനാ ക്യാമ്പ് നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഈ പരിശോധനയിൽ ആർക്കെങ്കിലും ശസ്ത്രക്രിയ ആവശ്യമാണ് എന്ന് വരികയാണെങ്കിൽ അവരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ശസ്ത്രക്രിയ ചെയ്യാനുള്ള സൗകര്യവും ആ സൗകര്യം പ്രത്യേകമായിട്ട് ഏർപ്പെടും. ഡോക്ടർ ലേഖ V അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രാജേഷ് OT വിഷയാവതരണം നടത്തി. സഞ്ജീവൻ, ഷിനി PK, വിജയൻ M തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തൃക്കരിപ്പൂർ എടാട്ടുമ്മലിലെ P ഭാസ്കരൻ മാസ്റ്റർ നിര്യാതനായി. 71 വയസ്സായിരുന്നു. കരിവള്ളൂർ മാനിഗുരു UP സ്കൂൾ, വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്നിവിടങ്ങളിൽ സംഗീതാധ്യാപകനായിരുന്നു. സൗദാമിനിയാണ് ഭാര്യ. ഷജിത് ലാൽ, മഹേഷ് ലാൽ, സ്വപ്ന, രഞ്ജിത് ലാൽ എന്നിവർ മക്കളാണ്. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 8:30 ഇളമ്പച്ചി പൊതുശ്മശാനത്തിൽ നടക്കും. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ സമാനതകളില്ലാത്ത ശേഖരം KVDS-ന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, സെലക്ഷൻ. KVDS മൈ സ്യൂട്ട് ഹോം മാത്തി. KVDS കളർ ഹൗസ് നടക്കാവ്. പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്താത്ത സംസ്ഥാനത്തെ മികച്ച 2ാമത്തെ ജില്ലയായി കണ്ണൂർ. ഈ സാഹചര്യത്തിലും പൊതു ശൗചാലയങ്ങളുടെ കാര്യത്തിൽ ജില്ലയുടെ അവസ്ഥ എന്താണ്? പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. വിസർജനം നടത്തേണ്ട ഒരു ആവശ്യം സാഹചര്യം ഇന്നില്ല. കാരണം എല്ലാ വീടുകളിലും ഇന്ന് കക്കൂസും അതുപോലെയുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിനിപ്പോൾ കാരണമായിട്ട് വന്നിട്ടുള്ളത്, ഇങ്ങനെ തുറസായ സ്ഥലത്ത് ഇങ്ങനെ മലമൂത്ര വിസർജനം നടത്താനുള്ള കാരണമായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തേക്ക് അന്യസംസ്ഥാന തൊഴിലാളികളുടെ വലിയൊരു കടന്നുകയറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരുടെ അവരുടെ നാട്ടിലത്തെ ജീവിത സാഹചര്യം വെച്ചിട്ടുള്ള അതേ ജീവിത രീതി അവർ കേരളത്തിൽ നയിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനത്തിൻ്റെ ആവശ്യം, മലമൂത്ര വിസർജനം നടന്നു വരുന്നത്. ഇപ്പം പറഞ്ഞ നമ്മൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികളെ മാത്രം നിർത്തിക്കൊണ്ട് നമുക്കങ്ങനെ പറയാൻ പറ്റൂല. അതായത് ഒരു 6% അന്യ സംസ്ഥാന തൊഴിലാളികളും ബാക്കിയുള്ള നമ്മുടെ നാട്ടിലുള്ളവർ തന്നെയാണ് ഉള്ളത്. ഞാനിപ്പോൾ എത്രയോ ഭാഗത്തൂടെ പല സ്ഥലത്തൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.
ഇതിനൊരു പരിഹാരമായിട്ട് നമ്മൾ കാണണമെങ്കിൽ ഇത് ഏകദേശം ഒരു പല സ്ഥലത്തായിട്ട് പല ഇതിൻ്റെ കേന്ദ്രങ്ങൾ ഓരോ ശൗചാലയം പല സ്ഥലത്തായിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എത്രയോ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും. പുറനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു മൂത്രമൊഴിക്കാൻ പറ്റും. സാധാരണ ആണുങ്ങളാണെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് ചെയ്യും. അത് സ്ത്രീകളാണെങ്കിലോ വളരെയധികം പ്രയാസമാണ്. അപ്പോൾ പൊതു ശൗചാലയം എന്തിനാലും ആവശ്യമാണ്. തീരെ ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ കണ്ണൂർ ജില്ല കേരളത്തിലും ഇല്ല. ഉണ്ടെങ്കിൽ അത് കണ്ണൂർ ജില്ലയിൽ തീരെയില്ല. കാരണം പെണ്ണുങ്ങളെല്ലാം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് മൂത്രമൊഴിക്കാൻ മുട്ടിപ്പോൾ അവർ തിരിച്ച് വീട്ടിലെത്തുന്നവരെ പ്രയാസം തന്നെയാണ്. അത് നിർബന്ധമായിട്ടും പൊതു ശൗചാലയം ഉണ്ടാവണം. അതിന് തദ്ദേശ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റോ കേന്ദ്ര ഗവൺമെൻറ് ഏതായിരുന്നാലും ശൗചാലയം വർദ്ധിക്കേണ്ടത് ആവശ്യമായ കാലഘട്ടമാണ്. അത് പഴയങ്ങാടി ഏരിയ ആണെങ്കിൽ സ്ത്രീകൾ രാവിലെ വന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അത് അവർ ഇത് ഉപയോഗിക്കുന്നവർ വളരെ നന്നായി ഉപയോഗിച്ച് അത് വൃത്തിയാക്കൽ മാത്രമേ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മാടായി പഞ്ചായത്തിനെ സംബന്ധിച്ച് ശൗചാലയം വളരെ നിർബന്ധമാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ഒരു പഞ്ചായത്ത് എന്ന നിലക്ക് നിർബന്ധമായും അത് കൊണ്ടുവരണം. അതിന് പഞ്ചായത്ത് അല്ലെങ്കിൽ മറ്റ് അത് സംബന്ധമായിട്ട് അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പറഞ്ഞ വിഷയത്തിൽ പൊതുസ്ഥലങ്ങളിൽ ശൗചാലയം ഇടുന്നതിൻ്റെ അത്യാവശ്യം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വന്ന ആൾക്കാരും അതുപോലെ നമ്മുടെ എവിടെയും ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് എല്ലായിടും കേരളത്തിൽ മൊത്തത്തിൽ അത് ഇവിടുന്നൊരു സംഭവം തന്നെയാണ്. ഇപ്പം പൊതുസ്ഥലങ്ങളിൽ ഇപ്പോഴത്തെ ഈ പരിസര മലിനീകരണം മറ്റുള്ള പ്രശ്നങ്ങളും കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ജനങ്ങളൊന്നും ബോധവാന്മാരായി അതിൻ്റെ പ്രവർത്തനം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ശൗചാലയത്തിന് ഒരു മുൻകൈയെടുത്ത് അത് എല്ലാ തലങ്ങളിലും ബോധവൽക്കരിച്ച് അത് കൊണ്ടുപോകണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പല വഴിക്കുന്ന പല നാടുകളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ് പഴയങ്ങാടി പണ്ടേ അറിയുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഈ സ്ഥലത്ത് എവിടെയാണ് പൊതു ടോയ്ലറ്റ് ഉള്ളത്? ഒരു സൗകര്യം അങ്ങനത്തെ ഒരു സൗകര്യം നമ്മൾ പഴയങ്ങാടി എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റാത്തൊരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അതുമാത്രമല്ല, നമ്മളിപ്പം വിശാലമായ സ്ഥലങ്ങളിൽ പോയി ഇരിക്കേണ്ട ഒരു സന്ദർഭമല്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? മനുഷ്യന്മാർ വന്നാൽ അവരെ ബുദ്ധിമുട്ട് ആര് കാണും? അല്ലെങ്കിൽ എങ്ങനെ അവർ സഹിച്ച് മുമ്പോട്ട് പോകുന്നത്? അത് അവർ മുഖം കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവ് ശരിയാക്കില്ല. അത്തരം പ്രയാസങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ. അത് മലമൂത്രം പൊതു സ്ഥലത്ത് വിസർജിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് അതിന് ഒരു പരിഹാരം കാണേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. വിശാലമായ കാഴ്ചപ്പാടില്ലാതെ തന്നെ അത് സങ്കുചിതമായ താല്പര്യത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നതിൻ്റെ ദുരവസ്ഥ തൃക്കരിപ്പൂർ നിവാസികൾ, തൃക്കരിപ്പൂരിലെത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെയധികം വിഷമിക്കുന്ന ഒരു ഘട്ടം ഇന്ന് വന്നിരിക്കുകയാണ്. എല്ലാ പണിയും പൂർത്തീകരിച്ച് താഴിട്ട് പൂട്ടി മാസങ്ങളായി ഈ ശൗചാലയം തുറക്കാതെ കിടക്കുകയാണ്. ഇതിനെതിരായി വല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധം തൃക്കരിപ്പൂരിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉരുണ്ടുകൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിൽ നിരവധി ആക്ഷേപങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉൾപ്പെടെ നിരവധി സംഘടനകൾ നൽകി കഴിഞ്ഞു. എന്നാൽ ധിക്കാരപരമായ സമീപനമാണ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് ഭരണാധികാരികൾ ഈ ശൗചാലയത്തിൻ്റെ കാര്യത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശുദ്ധമാണ് മനുഷ്യൻ്റെ ജീവിത നിലവാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് എന്ന് വ്യക്തമായ ബോധമുള്ളത് കൊണ്ടും കണ്ണൂരിൽ ശുചിത്വത്തിനാവശ്യമായ നിലപാടുകൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നേതൃത്വത്തിലും മിക്കവാറും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയൊക്കെ നേതൃത്വത്തിൽ ശുചിത്വം നിലനിർത്തുന്നതിനാവശ്യമായ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ പരിപാടികളോട് ജനങ്ങൾ വളരെ കൃത്യമായി പ്രതികരിക്കുകയും ആ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം പരിസരം വൃത്തിയാക്കുക. ആ സ്വന്തം പരിസരം വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾക്ക് മൊത്തത്തിലുള്ള ഒരു വൃത്തി ഉണ്ടാക്കുന്നതിനാവശ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും കണ്ണൂരിനകത്ത് ജനങ്ങൾ സ്വമേധയാ തയ്യാറായി മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ സമാനതകളില്ലാത്ത ശേഖരം KVDS പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, സെലക്ഷൻ. KVDS മൈ സ്യൂട്ട് ഹോം മാത്തി. KVDS കളർ ഹൗസ് നടക്കാവ്. ഇനി അറിയിപ്പുകൾ. നരീക്കാംവള്ളി അറത്തിൽ മാവില്യപ്പുറം കുവേരിക്കാരൻ തറവാട് ശ്രീ തൊണ്ടച്ചൻ ദേവസ്ഥാനം 10ാമത് അടിയന്തിരം ഒക്ടോബർ 26 ബുധനാഴ്ച നടക്കും. ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം കണ്ണൂർ ജില്ലാ 2ാമത് വനിതാ സംഗമം ഉണർവ് 2016 ഒക്ടോബർ 30 ഞായറാഴ്ച പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ജില്ലാ കവിമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ MN നമ്പ്യാരുടെ എരിപുരം അരിയാലിന്റെ അവകാശികൾ പുസ്തക പ്രകാശനം ഒക്ടോബർ 30 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് കണ്ണൂർ ജില്ലാ ലൈബ്രറി കൗൺസിൽ ഹാളിൽ നടക്കും.
KSSPA പയ്യന്നൂർ മണ്ഡലം വാർഷിക സമ്മേളനം ഒക്ടോബർ 30 ഞായറാഴ്ച പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം ഹാളിൽ നടക്കും. കാറമേൽ ശ്രീ പാടിയിൽക്കോട്ടം അഴീക്കോട്ട് ഗുരുനാഥൻ ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം ഒക്ടോബർ 25, 26 തീയതികളിൽ നടക്കും. കേരള ചിത്രകലാ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ കലാലയ ബാലകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണം ചിത്രോത്സവം 2016 കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ചിത്രരചനാ മത്സരം ഒക്ടോബർ 30 ഞായറാഴ്ച പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടക്കും. വിശദവിവരങ്ങൾക്ക് 9914455259 9495062620 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ CPMന്റെ നേതൃത്വത്തിലുള്ള വടക്കൻ മേഖലാ ജാഥ പര്യടനം തുടങ്ങി. മാലിന്യം നിറഞ്ഞ പുഴകളും തോടുകളും നശിക്കുന്നു. അറവുശാലകളിൽ നിന്ന് മാലിന്യം വലിച്ചെറിയുന്നതാണ് പ്രശ്നത്തിന് ആക്കം കൂട്ടുന്നത്. പിടിച്ചെടുത്ത വാഹനങ്ങൾ നിറഞ്ഞ് ചന്തേര പോലീസ് സ്റ്റേഷൻ പരിസരം. പാതയോരത്ത് നിർത്തിയിട്ട വാഹനങ്ങൾ മറ്റു വാഹനങ്ങൾക്കും യാത്രക്കാർക്കും അപകടക്കണിയൊരുക്കുന്നു. പാലക്കോട് കടപ്പുറം മണൽത്തിട്ട കൊണ്ട് മൂടുന്നു. ആശങ്കയോടെ മത്സ്യത്തൊഴിലാളികൾ. കാർഷിക സംബന്ധമായ സംശയങ്ങൾക്ക് സഹായകമായി നെറ്റ്വർക്ക് ചാനലിന്റെ പുതിയ പങ്ക്തി ആരംഭിക്കുന്നു. സസ്യാരോഗ്യ പരിപാലനം. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.